കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് അല്ലെങ്കിൽ ഒരു പാസ്ട്രിയാണ് ഡോനട്ട്സ്. അപ്പോൾ ഡോനട്ട്സ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ അധികം ആരും ട്രൈ ചെയ്യാറില്ല, ടഫാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെയാണ് സിമ്പിളായിട്ടും അതുപോലെ നല്ല ഭംഗിയിൽ അതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. സോ വെൽക്കം ബാക്ക് ടു കേക്ക് ആൻഡ് ഫ്ലേക്സ്. അപ്പോൾ നമുക്ക് ഡോനട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 280 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് നമ്മുടെ മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 40 ഗ്രാം ഗ്രാനുലേറ്റഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ നട്ട്മെഗ് പൗഡർ, നമ്മളുടെ ജാതിക്ക അതായത് ഗ്രേറ്റ് ചെയ്തിട്ട് കുഞ്ഞേതാക്കിയതാണ് ഈ കാണുന്നത്. ഇത് ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ വേണ്ട, അതിനേക്കാളും കുറച്ചായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വേറൊരു ബൗളെടുത്തിട്ട് ഇതിലോട്ട് ഒരു 120 ഗ്രാം അധികം ചൂടില്ലാത്ത പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒരു 40 ഗ്രാം മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ട, പിന്നെ ഇതിലോട്ട് ഒരു 7 ഗ്രാം ഡ്രൈ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാതും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന ഈ ഒരു മിക്സിലോട്ട് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത അപ്പം തന്നെ നമ്മളിതിനെ ഒന്ന് സ്പാച്ചുല വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വിടണം. നമുക്ക് നല്ലൊരു മാവ് പരുവത്തിൽ കിട്ടും. അപ്പോൾ ഞാനിത് നന്നായിട്ട് സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമ്മൾ ഒരു സിലിക്കൺ മാറ്റിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റോളം കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് കുഴക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മളൊരു സിലിക്കൺ മാറ്റ് വിരിച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ച് കൊടുക്കണം. നമുക്ക് കൈമലൊക്കെ കുറച്ച് സ്റ്റിക്കിയാണ് നമ്മളെ മാവ്, അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. അപ്പോൾ ഇതിലോട്ട് മൈദപ്പൊടി ആഡ് ചെയ്യാനൊന്നും നിൽക്കരുത്, കാരണം ഇത്തിരി ഹാർഡായിപ്പോവും മൈദപ്പൊടിയുടെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് നമ്മളുടെ ഈ ഒരു സൈഡ് വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്കിവിടെ ഏകദേശം 10 മിനിറ്റോളം കൈവച്ച് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ ഒന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് ഈ ബൗളിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒലിവ് ഓയിലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വേറൊരു സ്മെല്ലോട്ട് വരും കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ഡോ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബൗളിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം.
പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് മൂടി വെക്കണം. അപ്പോൾ നനഞ്ഞ തുണി ഇട്ടിട്ടാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിലായിക്കോളും. എനിക്കിപ്പോൾ എന്തായാലും ഒരു 1.5 മണിക്കൂർ ഇത് പ്രൂഫ് ചെയ്യാൻ വെച്ചേ പറ്റുള്ളൂ. നനഞ്ഞ തുണിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ എനിക്ക് അത്രയും നേരം ഇരിക്കേണ്ട കാരണം ഞാനിവിടെ ക്ലിംഗ് ഫോയിൽ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 മണിക്കൂറിന് ശേഷം ഇതിൻ്റെ പ്രൂഫിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഡോനട്ട്സ് പോലെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഡോനറ്റിൻ്റെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നമ്മൾ വെച്ചതിനേക്കാളും ഡബിൾ ദ സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പാക്കാം നമ്മൾ പ്രൂഫിംഗ് കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.25 to 1.5 മണിക്കൂർ ഞാനിത് പ്രൂഫ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് നമുക്ക് ഈ ഒരു മാവ് നമ്മളുടെ സിലിക്കൺ മാറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം, അതായത് പരത്തിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി വെതറാണ്. ഇതിൻ്റെ മുകളിലും കൂടിയും കുറച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് അധികം കനം കുറവിലൊന്നും പരത്തരുത്, അപ്പോൾ നമ്മൾ ഡോനറ്റ്സിൻ്റെ ആ ഒരു കട്ടി പോവും. ഞാൻ ഈ ഒരു തിക്നെസ്സിൽ പരത്തിയേക്കാണ് കേട്ടോ, കണ്ടോ? ഈ ഒരു തിക്നെസ്സിൽ പരത്തിയതിന് ശേഷം നമുക്ക് ഡോനറ്റ് കട്ടർ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഡോനറ്റ് കട്ടറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡോനറ്റ് കട്ടറൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ 10 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ കുഴച്ചിട്ട് ഒന്നും കൂടിയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മുറിച്ച് വെച്ചേക്കുന്ന ഡോനറ്റ്സ് നമുക്ക് വേറൊരു ട്രേയിലോട്ട് പ്രൂഫ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം നമ്മൾ ഈ ഉള്ളിലുള്ള ഈ ഒരു സംഭവം എടുത്ത് മാറ്റണം. എല്ലാതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കണം, കാരണം എന്താ വെച്ചാൽ ഇത് പ്രൂഫ് ആവുമ്പോൾ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഞാനിവിടെ നമ്മൾ ട്രേയിൽ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിനെ കവർ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറും കൂടി പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് കവർ ചെയ്തിട്ട് പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പ്രൂഫ് ചെയ്യാൻ വെച്ചേക്കണ നമ്മളെ ഡോനറ്റ്സ് ഇപ്പോൾ ഒരു 1/2 hour കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ പൊരിക്കേണ്ട പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡോനറ്റ്സ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ കോരിയെടുക്കാം. നമുക്ക്
ഇവിടെ നമ്മൾ ഡോനട്ട്സ് ഒക്കെ നല്ല ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഡിസൈൻ ചെയ്യാം. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഐസിങ് ഷുഗർ സിഫ്റ്റ് ചെയ്തിട്ടിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ഉണ്ണികൾക്കൊക്കെ ആകുമ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗനാഷ് ഉണ്ടാക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒരു വട്ടം കൂടി പറഞ്ഞുതരാം. ഞാനിവിടെ 100 ഗ്രാം ഫ്രഷ് ക്രീം പ്ലസ് 200 ഗ്രാം കോമ്പൗണ്ട്, ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ഇതൊരു ലൂക്ക് വാം സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ഈ സ്റ്റേജിൽ എടുത്തിട്ടാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഇവിടെ എടുത്തു വയ്ക്കുകയാണ്. നമ്മൾ ഒരു ഡോനട്ട്സിനെ എടുത്തിട്ട് ഈ ഗനാഷിൽ ജസ്റ്റ് ഒന്ന് മുക്കുക. അപ്പോൾ ഞാൻ ഇതിനെ ഇത്രയും കൂടി ഒന്ന് മോഡേണൈസ് ചെയ്ത് തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗനാഷ് മുക്കിയ ആ ഒരു ഡോണറ്റ് ഒരു പ്ലേറ്റിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ജസ്റ്റ് ഒന്ന് അരിഞ്ഞത് ഇതിൻ്റെ അറ്റത്തായിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം ഞാനിവിടെ സ്പ്രിങ്കിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്, വൈറ്റ് കളറ്. ഇത് നമുക്ക് ഇതിൻ്റെ എഡ്ജിലായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോണറ്റ്സ് റെഡി ആയേക്കാണ് കേട്ടോ. നമ്മൾ ഡോണറ്റ്സ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. Until then, take care. Bye bye.